ഇന്ന് നമുക്ക് ഒരു ഇഞ്ചി കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ 200 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കൊത്തി അരിഞ്ഞത്, ഇല്ല ഒരു ചോപ്പറിലിട്ട് അരിയാം. 200 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 10 പച്ചമുളക്, കുറച്ച് കരിയാപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 50 ഗ്രാം പുളി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തത്, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കായം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം. നമുക്ക് ഒരു ചട്ടി വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവായും ഇടാം. ആദ്യം ഇഞ്ചി ഇടാം. ഇഞ്ചി ഒരു ഇത്ര മൂത്ത് കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് ഈ ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചമുളക്, കരിയാപ്പില ഇടാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂക്കണം. ഇത്രയെല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് പുളിവെള്ളം ചേർക്കണം. ആ മസാലയും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം നമുക്ക് ഈ പുളിവെള്ളം അതിനകത്ത് വെക്കാം. ഇനി ഇത് ഈ പുളിവെള്ളത്തിൽ കിടന്ന് വെന്ത് എണ്ണ തെളിയണം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് ഈ ഇതെല്ലാം ഈ മസാലയും എല്ലാം കൂടെ കിടന്ന് വെന്ത് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ശർക്കരയും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് നല്ല വെന്ത് എണ്ണ തെളിഞ്ഞ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇഞ്ചിക്കറി തയ്യാറായി. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇഞ്ചിക്കറി തയ്യാറായി.